ഹലോ ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ്. നമുക്ക് ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. നമ്മൾ അമ്പാടിയിലെത്തിയിട്ടില്ലേ ആദ്യത്തെ ഓണമാണ്. പിന്നെ കൂടാണ്ട് സത്യേട്ടനും ഈ വർഷം ഓണത്തിനുണ്ട്. അല്ലെങ്കിൽ സത്യേട്ടൻ ഓണത്തിന് നാട്ടിലുണ്ടാവില്ല. ഇപ്രാവശ്യം സത്യേട്ടനും നാട്ടിലുണ്ട്. അപ്പോൾ ഓണം അടിപൊളിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് ഞങ്ങൾ അമ്പാടി. അപ്പോൾ അമ്പാടിയിൽ വന്നതിന് ശേഷമില്ലേ ആദ്യത്തെ ഓണം നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. നമ്മൾ ഡ്രസ്സെല്ലാം എടുത്തു, പിന്നെ പച്ചക്കറികളെല്ലാം വാങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവരാനുണ്ട്. വാഴ ഇലയെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ട്. അങ്ങനെ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് ഞങ്ങൾ. നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇല മുറിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തോട്ടത്തിലേക്ക് പോകുന്നതാണ്. തോട്ടത്തിൽ ഇഷ്ടംപോലെ ഇലയുണ്ട്. അങ്ങനെ ഞാൻ സത്യേട്ടനും കൂടി തോട്ടത്തിലേക്ക് പോകുന്നു. ഇതാണ് ഞങ്ങളെ തോട്ടം. തോട്ടത്തിൽ ഇല മുറിക്കാൻ വേണ്ടി വന്നിട്ടില്ലേ, ഞാനും സത്യേട്ടനും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇല മുറിക്കാൻ വേണ്ടി തുടങ്ങി. ഇലയില മുറിച്ചത് സത്യേട്ടനാണ്. ഞാൻ 2-3 ഇല മുറിച്ചിട്ട് പിന്നെ തോട്ടത്തിലെല്ലാം നടന്നു. 10-50 ഇലയോളം മുറിച്ചെടുത്തു. എന്നിട്ട് തോട്ടത്തിലൂടെ നടക്കുന്ന സമയത്ത് കുറേ കാന്താരി ഉണ്ട് നമ്മളെ തോട്ടത്തിൽ. അപ്പം ഞാൻ ഇല മുറിക്കുന്നത് നിർത്തിയിട്ട് കുറച്ച് കാന്താരി പറിക്കാൻ വേണ്ടിയിട്ട് പോയി. എപ്പോൾ വീട്ടിൽ പോയാലും ഞാൻ വരുമ്പോൾ കാന്താരി കൊണ്ടുവരും. സത്യത്തിന് കാന്താരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കാന്താരി കൊണ്ടുവന്നിട്ട് ഉപ്പിലിട്ട് വെക്കും. അങ്ങനെ കുറച്ച് കാന്താരിയും പറിച്ചു വീട്ടിൽ നിന്ന്. ശിക്കാത്തൊരു സാധനം കിട്ടി ഇല മുറിക്കുന്ന സമയത്ത്. ഇതൊക്കെ ഉണ്ടോ, വലിയൊരു വാഴക്കുല. ഇതും എടുത്തിട്ടുണ്ട്. ഇത് നാടൻ മല്ലിച്ചപ്പ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആയിക്കോളും. ഇത് സാധാരണ മല്ലിച്ചപ്പിൻ്റെ അതേ മണമല്ലാണ്. ഞാനൊരു തൈ എടുത്തിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ നടാൻ വേണ്ടി. പിന്നെ അമ്മ വലിയൊരു ചേന എടുത്ത് വെച്ചിട്ടുണ്ടായിന് എനിക്ക് വേണ്ടിയിട്ട്. ഇത് ഓണസദ്യക്ക് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേന, വലിയ ചേന അമ്മ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടായി വീട്ടിൽ. പച്ചമുളകുണ്ട്, പച്ചമുളക്, കാന്താരി, പിന്നെ എന്തെല്ലോ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. സദ്യക്ക് വേണ്ടിയുള്ള അച്ചാറെല്ലാം ഞാൻ 2 ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്. മാങ്ങ മേടിച്ചിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുത്ത അച്ചാർ. അച്ചാറെല്ലാം മുമ്പേ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പണിയും കുറയും. പിന്നെ അച്ചാറെല്ലാം നല്ല സെറ്റായി വരികയും ചെയ്യും. അങ്ങനെ അച്ചാർ ഉണ്ടാക്കി വെച്ചു. പിന്നെ പുളിയിഞ്ചിയും ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ചു. 2 ദിവസം മുമ്പേ പുളിയിഞ്ചിയും ഉണ്ടാക്കിയിട്ട് വെച്ചു. പുളിയിഞ്ചിയും തണുത്തതനുസരിച്ചല്ല ടേസ്റ്റ് കൂടുന്നത്. അങ്ങനെ പുളിയിഞ്ചിയും ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ചു. ഓണസദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം നമ്മൾ തലേദിവസം തന്നെ മുറിച്ച് വെച്ചു. കുറേ ആളുണ്ടായിന് വീട്ടിൽ. ഞാൻ, സത്യേട്ടൻ്റെ പെങ്ങ, അമ്മ, പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി, മോള് എല്ലാവരും ഉണ്ടായിന്. എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യാൻ നല്ല രസമുണ്ടായി. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയെല്ലാം തലേദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചു. 40 ആൾക്ക് വേണ്ടിയിട്ടുള്ള സദ്യയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ വീടിൻ്റെ ആദ്യത്തെ ഓണായതുകൊണ്ട് അത്യാവശ്യം ഫ്രണ്ട്സിനെയും റിലേറ്റീവിനെല്ലാം ക്ഷണിച്ചിന്. അതുകൊണ്ട് 40 പേർക്കുള്ള സദ്യ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് പിള്ളേർക്കും ചെറിയൊരു പണി കൊടുത്തു. പൂവ് മേടിച്ചിട്ടുണ്ടായിന് പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം അല്ലി പറിച്ചെടുത്ത് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് പിള്ളേരോട് പറഞ്ഞു. അപ്പോൾ ആ പണി പിള്ളേർ ഏറ്റെടുത്തു. അതിൽ ഒരാൾ ചിത്രം വരക്കുന്നത്. നാളെ സുന്ദരിക്ക് പൊട്ടുതൊടുന്ന പരിപാടിയെല്ലാം ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി സുന്ദരീനെ വരക്കുന്നത്. മറ്റു 3 ആളും പൂവെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. പൂവെല്ലാം പിള്ളേർ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇതുപോലുള്ള പരിപാടിയെല്ലാം പിള്ളേർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ നന്നായിട്ട് ചെയ്തു വെച്ചു. രാവിലെ തന്നെ എഴുന്നേറ്റു, സദ്യയെല്ലാം ഉണ്ടാക്കി, പിന്നെ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ പൂക്കളിടാൻ വേണ്ടി തുടങ്ങി. ഞാനും മൃദുലയും വിദ്യയും കൂടിയിട്ടാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. വിദ്യ എൻ്റെ നാത്തൂൻ, ഇതെൻ്റെ ഫ്രണ്ടാണ്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയല്ലേ, നമ്മളെ ഫാമിലി ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് പൂക്കളുണ്ടാക്കി. പിള്ളേർ ആദ്യം വന്നു, പിന്നെ അവർക്ക് മടിയായി. അവർ പോയി. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് നല്ല അടിപൊളി പൂക്കളുണ്ടാക്കി. വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പൂക്കളുണ്ടാക്കാൻ നല്ല രസമുണ്ടായി. വലിയ പൂക്കളുണ്ടാക്കി. ഞങ്ങൾ പൂക്കളുണ്ടാക്കുമ്പം പിള്ളേർ കുളിച്ച് റെഡിയായിട്ട് TV നോക്കുന്നു.
ടി വിയിൽ ഓണപ്പരിപാടിയെല്ലാം നോക്കുന്നത് പിള്ളേർ. പൂക്കളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല അടിപൊളി പൂക്കളല്ലേ. പൂക്കളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഡ്രസ്സെല്ലാം മാറി വന്നു നേരെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂക്കളത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് ഞാനും സത്യേട്ടനും പിള്ളേരും. പിന്നെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ എടുത്തു. പിന്നെ അച്ഛനും അമ്മയും പെങ്ങളും പിള്ളേരും എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തു. പിന്നെ ഇത് മൃദുലയും ഞാൻ ഒരുമിച്ച് ഫോട്ടോ, അങ്ങനെ കുറേ ഫോട്ടോ എടുത്തു. ഇത് എൻ്റെ അച്ഛനും അമ്മയാണ്. നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടാകുമ്പില്ലേ പരിപാടിയാണ് ഇത്. അമ്പലത്തിൽ പോയി അവിടുന്ന് നമ്മൾ 3 പേരും കൂടി ഫോട്ടോ എടുത്തു. അകത്തേക്ക് കയറുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, ഓണായതുകൊണ്ട് നല്ല തിരക്കുണ്ടായി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രസാദമെല്ലാം വാങ്ങി. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമ്മൾ പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മളെ വീടിൻ്റെ മുമ്പിലൂടെ നബിദിന റാലി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റാലി നോക്കി നിന്നു. വലിയ റാലിയാണ് ഉണ്ടായത്. അവർ നമുക്ക് ലഡു തന്നു. ലഡുവും തിന്നിട്ട് നമ്മൾ വീട്ടിലേക്കൊന്ന് നേരെ ചായ കുടിക്കാം. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിച്ചു. ചായക്ക് വെള്ളയപ്പവും ഗ്രീൻ പീസ് കറിയാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പം എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ചു. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. സെറ്റ് സാരി എടുത്തിട്ടുണ്ടായത് മാറ്റിയിട്ട് ചുരിദാറിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുത്തു. 2-3 ഓണക്കോടി ഉണ്ടായിന്. അപ്പോഴേക്കും നമ്മൾ ആമീര് ഡാൻസ് ടി വിയിൽ പാട്ട് നോക്കിയിട്ട് ഡാൻസ് കളിക്കുന്നത്. സത്യേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് ദേവയാമിന്ന് പേര്. നമ്മൾ വിളിക്കുന്നത് ആമീന്ന്. ഓൾക്ക് പാട്ടും ഡാൻസെല്ലാം ഭയങ്കര ഇഷ്ടം. അവൾ പാട്ട് കേട്ടാൽ അപ്പം ഡാൻസ് കളിക്കും. ആമീര് ഡാൻസ് കഴിയുമ്പോഴത്തേക്കും ഇത് സത്യേട്ടൻ്റെ പെങ്ങളെ പിള്ളേരും പിന്നെ എൻ്റെ മോനും 3 ആളും കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നത്. പെങ്ങളെ പിള്ളേർ നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ, 2 ആളും. അവരെ കൂടെ കുഞ്ഞൂട്ടനും കൂടിയിട്ട് 3 ആളും കൂടിയിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പം നമ്മളെല്ലാവരും ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. എല്ലാവരും ഫോട്ടോ എല്ലാം എടുത്ത് ഒരുമിച്ച് നിന്നിട്ട് പിന്നെ വീഡിയോ എടുത്തു. സത്യേട്ടൻ്റെ ഫ്രണ്ടും അളിയനെല്ലാം ഉണ്ട്, അവരെല്ലാം പോയിട്ട് വീഡിയോ എടുത്തു. അപ്പോഴത്തേക്ക് സത്യേട്ടൻ്റെ ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിൽ സെൽഫി എല്ലാം എടുത്തു. ഇതെല്ലാം കഴിയുമ്പോഴേക്കും സദ്യ ഉണ്ണേണ്ട സമയമായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ സദ്യയെല്ലാം വിളമ്പാനിലെ പാത്രത്തിലേക്കെല്ലാം കോരി മാറ്റി. ആദ്യം പിള്ളേർക്കുള്ള സദ്യ കൊടുത്തു. നമ്മൾ നല്ല ഗംഭീര സദ്യ ആക്കിന് കേട്ടോ. ആദ്യം പിള്ളേർക്കുള്ള സദ്യ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് വലിയവരെല്ലാം സദ്യ കഴിച്ചത്. സദ്യയെല്ലാം പിള്ളേർക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. പിള്ളേർ സദ്യ കഴിക്കുമ്പോൾ ഞാൻ പോയി വീഡിയോ എടുത്തു. അവരോടെല്ലാം നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എല്ലാവരും നോക്കുന്നത്. ഇത് എൻ്റെ 2 പെങ്ങളെ പിള്ളേരും പിന്നെ എൻ്റെ പിള്ളേരും സത്യേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പിള്ളേരുമാണ്. സദ്യയിൽ ഉണ്ടാക്കിയത് ഞാനാണ്. പിന്നെ എല്ലാവരും സഹായിച്ചു. അമ്മ, സത്യേട്ടൻ്റെ പെങ്ങൾ, മൃദുല എല്ലാവരും കൂടി സഹായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. ഇത്രയും ഫുഡ് ഉണ്ടാക്കുന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇതാണ് സദ്യ. ചോറ്, സാമ്പാർ, പുളിശ്ശേരി, കൂട്ടുകറി, അച്ചാർ, കക്കരിക്ക പച്ചടി, ബീട്രൂട്ട് പച്ചടി, കാബേജ് തോരൻ, പുളിയിഞ്ചി, പിന്നെ പഴം, പപ്പടം, ശർക്കര വരട്ടി. 2 തരം പായസം ഉണ്ടാക്കി കേട്ടോ. പാൽപ്പായസവും പിന്നെ ചെറുപരിപ്പ് പായസവും ഉണ്ടാക്കി. പിള്ളേർ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി എല്ലാവരും വീഡിയോ എടുത്തു. ഇത് സത്യേട്ടൻ്റെ ചെറിയ പെങ്ങളാണ് വിദ്യ. ഇത് സത്യേട്ടൻ്റെ മൂത്ത പെങ്ങൾ സീമ. സത്യേട്ടൻ പിന്നെ ഇത് എൻ്റെ അമ്മയും സത്യേട്ടൻ്റെ അമ്മയും 2 ആൾ ഇരുന്നിട്ട് എന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പോയി വീഡിയോ എടുത്തു. പിന്നെ എല്ലാവരും വരാൻ തുടങ്ങി. അപ്പോൾ പിള്ളേർ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വലിയവരും കഴിക്കാൻ തുടങ്ങി. എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി തുടങ്ങി. എൻ്റെ സദ്യനെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതങ്ങനെയല്ലേ, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർ നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവില്ലേ. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു എൻ്റെ സദ്യ. എനിക്ക് സന്തോഷമായി. ഇത് നമ്മളെ ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. അവരെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി. അങ്ങനെ അവരും സദ്യ കഴിക്കുന്നുണ്ട്. സദ്യയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ രസം നമ്മൾ ഓണപരിപാടികൾ വെച്ചിട്ടുണ്ടായി. വടംവലി, കസേരക്കളി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, പിന്നെ നാരങ്ങ സ്പൂണിൽ വെച്ചിട്ട് ഓടുന്ന നടക്കൽ മത്സരം, അങ്ങനെ കുറേ പരിപാടി വെച്ചിട്ടുണ്ടായിന്. എല്ലാ പരിപാടിയിലും എല്ലാവരെയും പങ്കെടുപ്പിച്ചു.
നമ്മളെല്ലാവരും കൂടി പിള്ളേരും വലിയവരടക്കം എല്ലാം 10-25 പേരുണ്ടായിന്. അതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും സത്യേട്ടൻ്റെ അച്ഛനും അമ്മയും എല്ലാ പരിപാടിക്കും കൂടിയെന്നുള്ളതാണ്. സാധാരണ അവരിങ്ങനത്തെ പരിപാടിക്കൊന്നും കൂടലൊന്നുമില്ല. എവിടെയെങ്കിലും പരിപാടി കണ്ടാൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരും, അത്രയേ. പക്ഷേ നമ്മളെ വീട്ടിലെ എല്ലാ പരിപാടിക്കും അവർ ഭയങ്കരത്തിൽ എൻജോയ് ചെയ്തു. ഈ പരിപാടി കൂടുതൽ കളറായത് അവരെല്ലാം ഉള്ളതും കൊണ്ടാണ്. സത്യേട്ടൻ്റെ 2 പെങ്ങന്മാർ, പിള്ളേർ, പിന്നെ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ, പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയും മോള്, എല്ലാവരും കൂടി സത്യേട്ടൻ്റെ ഫ്രണ്ട് ഫാമിലി എല്ലാവരും കൂടി 10-25 പേരുണ്ടായിന്. നമുക്കൊരു ഉത്സവം പോലെ തന്നെയാണ് തോന്നിയത്. നമ്മൾ ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും നല്ല സന്തോഷത്തിൽ ആഘോഷിച്ച മറ്റൊരു ഓണം ഉണ്ടായിട്ടുണ്ടാവില്ല. അത് നമ്മൾ എല്ലാവരും പറഞ്ഞു. അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു. അധികം ഓണത്തിനും സത്യേട്ടൻ ഉണ്ടാവില്ല. ആകെ കല്യാണം കഴിഞ്ഞ് 13 വർഷമായി. സത്യേട്ടന് 1-2 ഓണത്തിന് മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും നാട്ടിൽ. ബാക്കി എല്ലാ സമയത്തും ഗൾഫിലാണ്ടാണ്. ഈ വർഷത്തെ സത്യേട്ടനുണ്ടായി. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞു നമുക്ക് ഈ വർഷത്തെ ഓണം നല്ല കളറാക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് 4 മാസമേ ആയിട്ടു. അപ്പോൾ പുതിയ വീടും കൂടി ആയതുകൊണ്ട് ഈടെ എല്ലാവരും കൂടി ഈടെ ഓണം ആഘോഷിച്ചു. നമ്മളെ അമ്പാടിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാ ആഘോഷങ്ങളും ഗംഭീരമാകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓണാഘോഷം ഞങ്ങൾ ഗംഭീരമാക്കി. പിന്നെ പരിപാടിയിൽ ജയിച്ചവർക്കെല്ലാം സമ്മാനമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എല്ലാം വീഡിയോ നഷ്ടപ്പെട്ടു പോയി. എല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. നമ്മൾ ഇതിൻ്റെ പരിപാടിയിൽ തന്നെ ആയി നമ്മൾ ശ്രദ്ധയെല്ലാം. സാധാരണ നമ്മൾ ഓണാഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ സദ്യയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ബന്ധുക്കളെ വീട്ടിൽ പോവും, അല്ലെങ്കിൽ ബീച്ചിലോ പാർക്കിലോ പോവും, അതും അല്ലെങ്കിൽ കിടന്നുറങ്ങും. ഇതുപോലെ പരിപാടിയൊന്നും വെച്ചിട്ട് ഇതുവരെ ആഘോഷിച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ പരിപാടിയെല്ലാം വെച്ചിട്ട് ആഘോഷിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മുമ്പ് ആഘോഷിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ പരിപാടിയെല്ലാം വെച്ചിട്ട് ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത്. 2:30 തുടങ്ങിയ നമ്മളെ പരിപാടി 6 മണി വരെ ഉണ്ടായിന്. പിന്നെ എല്ലാവരും ടയേർഡായി. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഓണാഘോഷം. അപ്പോൾ നമ്മൾ ഓണാഘോഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വരുന്നവരെ ഓക്കെ, ബൈ ബൈ.